അനുശ്രീ, അനുശ്രീയുടെ വിവാഹത്തിന്റെ തലേ ദിവസം രാത്രി പ്രതിയായ അലോക് നിങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്നത് സത്യമാണ്. സത്യമാണ്. അനുശ്രീ, ആ സംഭവം എങ്ങനെയാണ്? പ്രതി നിങ്ങളുടെ വീട്ടിലെത്തി നിങ്ങളെ ബലമായി തട്ടിക്കൊണ്ടുപോയതാണോ? അല്ല, അലോകുള്ള സ്ഥലത്തേക്ക് ഞാൻ പോയി. ഒബ്ജക്ഷൻ യുവർ ഓണർ. വാദിഭാഗം ചോദ്യം ചോദിച്ച രീതിയും സാക്ഷി നൽകിയ മറുപടിയും രണ്ടും വ്യത്യസ്തമാണ്. കാര്യങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ഒബ്ജക്ഷൻ സസ്റ്റൈൻഡ്. മിസ്റ്റർ രവിവർമ്മ, യു മേ ക്ലാരിഫൈ. താങ്ക് യു മൈ ലോർഡ്. അനുശ്രീ, കാര്യങ്ങൾക്ക് വ്യക്തത വരാൻ വേണ്ടിയാണ് ഇപ്പൊ ഈ കോടതിയിൽ വെച്ച് ചോദിക്കുന്നത്. അലോക് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങളെ തട്ടിക്കൊണ്ട് പോയതല്ലെന്ന് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്, ശരിയല്ലേ? അതെ. അതായത് പ്രതി ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോയി, അല്ലേ? അതെ. എന്തിനു വേണ്ടിയാണ് അന്ന് രാത്രി നിങ്ങൾ അലോകിന്റെ അടുത്തേക്ക് പോയത്? എനിക്ക് പോവാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. അതായത് നിങ്ങളെ ആരും നിർബന്ധിച്ച് അവിടേക്ക് കൊണ്ടുപോയതല്ല, നിങ്ങളുടെ സ്വന്തം തീരുമാനപ്രകാരമാണ് അലോകിനെ കാണാൻ പോയത്, ശരിയല്ലേ? ശരിയാണ്. പക്ഷേ ഞാൻ നിർബന്ധിതയാവുമായിരുന്നു. അനുശ്രീ, സത്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ആ രാത്രി അലോകിനെ കാണാനുള്ള അനുശ്രീയുടെ തീരുമാനത്തിന് പിന്നിൽ എന്തായിരുന്നുവെന്ന് ഞാൻ പറയാം. നിങ്ങളുടെ വീട്ടുകാർ തീരുമാനിച്ച വിവാഹം മുടക്കണം, അലോകിനോട് പ്രതികാരം ചെയ്യണം. ആ പ്ലാനിന്റെ ഭാഗമായിരുന്നില്ലേ രാത്രിയിലെ ആ യാത്ര? അല്ല, ഒരിക്കലല്ല. ആ, അത് തന്നെയാണ് സംഭവിച്ചത്. നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അലോകിനെ കൊടുക്കുകയായിരുന്നു. അലോകിന്റെ പേരിൽ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ കേസ് 100% വ്യാജമാണ്. ഈ കേസിലെ പ്രധാന പ്രതി നിങ്ങളാണ്. യുവർ ഓണർ, അനുശ്രീയെ ഭയപ്പെടുത്താനാണ് പ്രതിഭാഗം ശ്രമിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവം കോടതിക്ക് മുന്നിൽ തുറന്നു പറയാൻ അനുശ്രീ തയ്യാറാണ്. എന്റെ കക്ഷിക്ക് യാതൊരു ഭയവും കൂടാതെ സംഭവിച്ച കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള അവസരം നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒബ്ജക്ഷൻ മൈ ലോർഡ്. സാക്ഷിയോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള എന്റെ അവകാശം വാദിഭാഗം പരിമിതപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. മിസ്റ്റർ രവിവർമ്മ, അനുശ്രീ പറയാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തിപരമായതോ അല്ലെങ്കിൽ തുറന്ന കോടതിയിൽ പറയാൻ ബുദ്ധിമുട്ടുള്ളതോ ആണെങ്കിൽ ഈ കോടതിക്ക് ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് നടത്താൻ സാധിക്കും. പൊതുജനങ്ങളെ ഒഴിവാക്കി കോടതിയും നിങ്ങളും ആവശ്യമുള്ള ഉദ്യോഗസ്ഥരും മാത്രം സന്നിഹിതരായി നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്താം. അതാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ കോടതിയെ അറിയിക്കാം. വേണ്ട,
എനിക്ക് രഹസ്യമായിട്ടൊന്നും പറയാനില്ല. എന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ എന്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല. ഓക്കെ, എന്നെ വിശ്വസിച്ച് എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോ എനിക്ക് സംഭവിച്ച ദുരന്തമാണത്. ആ സത്യം ഈ കോടതിയും ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും അറിയണം. എല്ലാവരുടെ മുന്നില് സത്യം തുറന്നു പറയാൻ എനിക്ക് യാതൊരു ഭയവും ഇല്ല. അനുശ്രീ, അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ഞാനും അലോകും തമ്മിൽ സ്നേഹമായിരുന്നു. പക്ഷേ പിന്നീട് ആലോകിന്റെ യഥാർത്ഥ മുഖം ഞാൻ മനസ്സിലാക്കിയത്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഞാൻ അവസാനിപ്പിച്ചു. അതിനുശേഷം അലോകുമായിട്ട് എനിക്ക് യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. എല്ലാം അവസാനിച്ചെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. അതിനുശേഷമാണ് എന്റെ വീട്ടുകാർ തീരുമാനിച്ച വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത്. ആ വിവാഹത്തിന് പൂർണ്ണ മനസ്സോടെയാ ഞാൻ സമ്മതിച്ചത്. പക്ഷെ എന്റെ വിവാഹ തലേന്ന് രാത്രി അലോക് തുടരെ എന്റെ ഫോണിലേക്ക് വിളിക്കാൻ തുടങ്ങി. ഞാൻ കോളുകളൊന്നും എടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ ഫോണിലേക്ക് മെസ്സേജുകൾ വന്നു. ആ മെസ്സേജുകൾ തുറന്നു നോക്കിയപ്പോ ആ ചിത്രങ്ങൾ എന്റേതല്ല. പക്ഷെ മറ്റാരും അത് വിശ്വസിക്കില്ലെന്നും എനിക്കറിയായിരുന്നു. ആ ഫേക്ക് ഫോട്ടോസ് പുറത്തു വന്ന എന്റെ ജീവിതം മാത്രമല്ല, എന്റെ കുടുംബം തകർന്നു പോകുന്ന ഞാൻ ഭയന്നു. ഫേക്ക് ഫോട്ടോസ് പുറത്തു വന്ന എന്റെ ജീവിതം മാത്രമല്ല, എന്റെ കുടുംബം തകർന്നു പോകുന്ന ഞാൻ ഭയന്നു. അതാ അലോകിനെ കാണാൻ എന്നെ നിർബന്ധിതയാക്കിയത്. പക്ഷെ അവിടെ എത്തിയപ്പോ സംഭവിച്ചത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു. എന്റെ കുടുംബത്തെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കാൻ ആ നിമിഷം എനിക്ക് തോന്നിയ ഏക വഴി അതായിരുന്നു. അതുകൊണ്ടാ ഞാൻ സ്വന്തം കഴുത്തില് ആ താലി കെട്ടിയത്. അല്ലാതെ അലോകിനെ എന്റെ ഭർത്താവായിട്ട് സ്വീകരിച്ചിട്ടില്ല. ഇവളീ പറഞ്ഞതിൽ ഒരു വാക്കുപോലും സത്യമല്ല. എന്റെ മോൻ ഒരിക്കലും ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല.
എന്റെ മോനെ മനഃപൂർവ്വം കൊടുക്കാനാ ഇവളിതൊക്കെ പറയുന്നേ. ഓർഡർ 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 ഇൻ ദ കോർട്ട്. ഇനിയും കോടതി നടപടികൾ തടസ്സപ്പെടുത്തിയാൽ നിങ്ങൾക്കെതിരെ കണ്ടംപ്റ്റ് പ്രൊസീഡിംഗ്സ് ആരംഭിക്കാൻ കോടതിക്ക് മടിയുണ്ടാവില്ല. നൗ ടേക്ക് യുവർ സീറ്റ്. അനുശ്രീ, നിങ്ങൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി കോടതിയോട് പറയാനുള്ളതായി എന്തെങ്കിലും ഉണ്ടോ? ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് പറയാനുള്ള സത്യങ്ങൾ ഇത്രയുമാണ്. മച്ച് ഒബ്ലൈജ്ഡ് യുവർ ഓണർ. ഈ കോടതിയുടെ മുന്നിൽ എന്റെ കക്ഷി തന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങളാണ് ഇന്ന് തുറന്നു പറഞ്ഞത്. ഇതൊരു സാധാരണ പ്രണയബന്ധത്തിന്റെ അവസാനമല്ല. ഒരു പെൺകുട്ടിയുടെ വിശ്വാസത്തെ പ്രണയത്തിന്റെ പേരിൽ ചൂഷണം ചെയ്ത ശേഷം ആ വിശ്വാസത്തെ തന്നെ ആയുധമാക്കി അവളുടെ ജീവിതവും അവളുടെ കുടുംബത്തിന്റെ അഭിമാനവും തകർക്കാൻ നടത്തിയ മനുഷ്യത്വരഹിതമായ ഒരു കുറ്റകൃത്യമാണ്. പ്രതിഭാഗം ഇതുവരെ ഈ കോടതിക്ക് മുന്നിൽ അവതരിപ്പിച്ച വാദങ്ങൾ എന്റെ കക്ഷിയുടെ മൊഴിക്ക് മുന്നിൽ നിലനിൽക്കില്ലെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ വിനയപൂർവ്വം ബോധ്യപ്പെടുത്തുന്നു. ഇതൊരു അനുശ്രീയുടെ കേസ് മാത്രമല്ല. പ്രണയമെന്ന വിശ്വാസത്തെ ദുരുപയോഗം ചെയ്ത് ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും ഈ കോടതി നൽകുന്ന സന്ദേശം കൂടിയാകണം ഈ കേസിന്റെ വിധി. ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം പരിഗണിച്ച് പ്രതിയായ അലോകിന് നിയമം അനുശാസിക്കുന്ന ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്ന് ഞാൻ ഈ കോടതിയോട് അപേക്ഷിക്കുന്നു. താങ്ക് യു യുവർ ഓണർ. ഈ കേസിന്റെ തുടർ വിചാരണ 15-ാം തീയതി നടക്കുന്നതാണ്. കോർട്ട് സ്റ്റാൻഡ്സ് അഡ്ജോൺഡ്. ബാലേട്ടാ, അടുത്ത ഹിയറിംഗ് 15-ാം തീയതിയാണ്. മിക്കവാറും അന്നുകൊണ്ടൊരു തീരുമാനമാവും. അയ്യോ, അപ്പോ 15-ാം തീയതി വിധി പറയോ വക്കീലെ? ചേച്ചി, അതിപ്പോ ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. 15-ാം തീയതി ഹിയറിംഗ് നടക്കും. അന്ന് തന്നെ വിധിയും അയക്കാം. അല്ലെങ്കിൽ പിന്നൊരു ഹിയറിംഗ് കൂടി കഴിഞ്ഞിട്ടായിരിക്കും വിധി പറയുക. ശോ, അപ്പൊ ഇനി എത്ര നാൾ ഈ കേസിന്റെ പുറകെ ഇങ്ങനെ നടക്കണം? അമ്മേ, ഈ കോടതിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാ. ഏത് കേസായാലും പെട്ടെന്നൊന്നും വിധി പറയില്ല. ചില കേസുകളിൽ 4-5 തവണ കോടതിയിൽ കയറേണ്ടി വരും. വർഷങ്ങളായി കേസിന്റെ പിന്നാലെ നടക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. ശോ, ഇനി ഈ കേസും വിധി പറയാൻ വർഷങ്ങളായാലോ? ഗോമതി, വക്കീൽ അങ്ങനെയാണോ പറഞ്ഞത്? എന്തായാലും അടുത്ത 15-ാം തീയതി കേസ് വിളിക്കുമല്ലോ, നമുക്ക് നോക്കാന്നേ. ചേച്ചി, നിങ്ങൾ വിഷമിക്കണ്ട. അനുശ്രീയുടെ മൊഴി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത ഹിയറിംഗിലും മോൾ ഇന്ന് പറഞ്ഞതുപോലെ തന്നെ ബോൾഡായിട്ട് പറയുക. ഒന്നും മാറ്റി പറയല്ലേ. ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ ഈ കേസ് നമ്മൾ തന്നെ ജയിക്കും. ബാലേട്ടാ, ആര്യ, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. ആര്യ, അനു, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. നീ എന്നോട് ക്ഷമിക്കണം. ഓക്കെ.
നടക്കണം. നടക്കാൻ. മോനെ, കേറ്. എന്തിനാ എന്റെ മോനെ പിടിച്ച് തള്ളുന്നേ? അവൻ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവനോട് കുറച്ച് മാന്യായി പെരുമാറിക്കൂടെ? അച്യുത, അവനിപ്പോ പോലീസ് കസ്റ്റഡിയില്ല. നമ്മൾ അവരോട് കയർത്താൽ അവർ ആ ദേഷ്യം തീർക്കുന്നത് അവന്റെ മേലായിരിക്കും. അത് മറക്കണ്ട. സർ, എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദേ, അടുത്ത 15-ാം തീയതി എന്റെ മോൻ പുറത്തിറങ്ങിയിരിക്കണം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ. അടുത്ത ഹിയറിംഗിൽ അലോക് നിരപരാധിയാണെന്നുള്ള കാര്യം നമ്മൾ കോടതിയെ ബോധ്യപ്പെടുത്തും. നിങ്ങളിപ്പോ സമാധാനമായിട്ട് പൊയ്ക്കോളൂ. ശരി. അച്യുത, നീ വാ. വാ മോളെ, അവനിപ്പം നിന്നോട് കാണിച്ച സെന്റിമെന്റ്സ് ഒന്നും മോള് വിശ്വസിക്കരുത്. ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പാവുമ്പോ പല പ്രതികളും ഇങ്ങനെയൊക്കെയുള്ള ഓരോ നമ്പറുകൾ കാണിക്കും. അതിലൊന്നും വീണുപോലെ. പലട്ടാ, നിങ്ങളെന്നാ പൊയ്ക്കോ. കേസിന്റെ തലേ ദിവസം 14-ാം തീയതി മോളെയും കൂട്ടി എന്റെ ഓഫീസ് വരെ ഒന്ന് വരണം. ശരി. കേസിന്റെ ചില കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരാനുണ്ട്. ശരി വക്കീലേ, ഞങ്ങൾ വന്നോളൂ. ഓക്കെ. മോളെ, വക്കീല് പറഞ്ഞു കേട്ടല്ലോ. അവൻ ഇപ്പൊ നിന്നോട് ക്ഷമ ചോദിച്ചുവെന്നും നീ വിശ്വസിക്കരുത്. മോളെ, നിന്നെ കൺഫ്യൂസ്ഡ് ആക്കാൻ വക്കീൽ ഉപദേശിച്ചു കൊടുത്ത ബുദ്ധിയാ ഇത്. അതെ, മോള് കോടതി പറയുന്ന സത്യമാ ഈ കേസിന്റെ ഏറ്റവും വലിയ ശക്തി. അതിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകരുത്. അവൻ ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവൻ അനുഭവിക്കുന്നതും നമ്മൾ തന്നെ കാണേണ്ടി വരുന്നില്ലേ? അമ്മയ്ക്കെന്താ ഇപ്പൊ അവനോടൊരു സെന്റിമെന്റ്സ്? എടാ, അവൻ എന്റെ ഏട്ടന്റെ മോനല്ലേ? അവനെ ഈ കോലത്തിൽ കാണുമ്പോ നിന്റെ ഏട്ടന്റെ മോനെ ഓർത്ത് നീ എന്തിനാ വിഷമിക്കുന്നേ? മര്യാദയ്ക്ക് അവനെ വളർത്തേണ്ടത് നിന്റെ ഏട്ടന്റെ ഉത്തരവാദിത്വമായിരുന്നു. അയാൾ അത് ചെയ്തില്ല. അതിന്റെ ഫലമാ അവനും അച്ഛനും ഇന്ന് അനുഭവിക്കുന്നത്. ഇപ്പൊ അവൻ റിമാൻഡിലേ ആയുള്ളൂ. അവന് ജീവപര്യന്തം വാങ്ങിക്കൊടുക്കണം. എന്നിട്ടേ ഞാൻ അടങ്ങൂ. അനുമോള് കോടതിയിൽ സ്ട്രോങ് ആയിട്ട് നിന്നല്ലോ, അത് മതി. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു ധൈര്യത്തില് ഞാനങ്ങ് നിന്നതാ. കൃഷ്ണമംഗലത്തുകാർക്ക് വേണ്ടി വാദിച്ച ആ വക്കീല്, അയാൾക്കൊന്നും മനസ്സാക്ഷി എന്ന് പറയുന്ന സാധനമില്ല. എതിർഭാഗത്തിന്റെ വക്കീൽ അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പച്ചി. എന്നാലും ഇങ്ങനെയുണ്ടോ? എന്തൊക്കെ കള്ളത്തരങ്ങൾ അയാൾ വിളിച്ചു പറഞ്ഞത്? കോടതിയിൽ അങ്ങനെയാ, പല കള്ളങ്ങളും പറയും. ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നും പറയും. അതൊന്നും കേട്ട് നമ്മൾ കുലുങ്ങാൻ പാടില്ല. നമ്മുടെ വക്കീലും മിടുക്കന. നിന്നെ കണ്ടപ്പോ അലോകിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? അവൻ എന്ത് പ്രതികരിക്കാൻ? അവന്റെ കാര്യമൊന്നും പറയണ്ട. എന്തു പറ്റി? സത്യം പറഞ്ഞ എനിക്ക് കഷ്ടം തോന്നി. ഈ ജയിലിൽ നിന്ന് പ്രതികളെയൊക്കെ കൊണ്ടുവരുന്ന വണ്ടിയില്ലേ, ആ വണ്ടിയിൽ അവനെ കൊണ്ടുവന്നത്. അവനാകെ കോലം കെട്ടു. അമ്മേ, അവൻ ഗോവയ്ക്ക് ടൂർ പോയതല്ല, ജയിലിലേക്കാ പോയത്. പിന്നെ ഇങ്ങനെ കോലം കെടാതിരിക്കും? ജയിലിലിട്ട് പോലീസുകാർ അവനെ ശരിക്കും തല്ലിന്ന് തോന്നുന്നു. തല്ലൊക്കെ പോലീസ് സ്റ്റേഷനിൽ വെച്ചേ ഉള്ളൂ അമ്മേ. ജയിലിലെ പ്രതികളെ ആരും തല്ലാറില്ല. ഇനി പിന്നെ ജയിലിലെ നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിലേ അവിടുന്ന് തല്ല് കിട്ടും. പിന്നെ ഈ ജയിലിലൊരു രീതിയുണ്ട്. അതെന്താ മീനു? ഈ ജയിലിലെ പഴയ തടവുകാരില്ലേ, പുതിയ തടവുകാർ വരുമ്പോ അവരെ പഴയ തടവുകാർ അടി കൊടുത്തിട്ടാണ് ജയിലിലേക്ക് സ്വീകരിക്കുന്നത്. അതിനെ നടയടിന്നാ പറയുന്നത്. ഇതിത്ര കൃത്യമായിട്ട് മീനു ചേച്ചിക്ക് എങ്ങനെ അറിയാം? ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പിന്നെ സിനിമയിലും കണ്ടിട്ടുണ്ട്.